നമസ്കാരം. സി മലയാളം ന്യൂസിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് CPI സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ MP-യുമായ ബിനോയ് വിശ്വമാണ്. സ്വാഗതം സർ. നമുക്ക് ആദ്യം ഡൽഹി ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെ പോകുന്നു ഇപ്പോൾ MP-യായി ഡൽഹിയിലെ വാസവും അതോടൊപ്പം തന്നെ ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഡൽഹി പുതിയ സ്ഥലമല്ല, പഠിക്കുന്ന കാലം മുതൽ ഡൽഹി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ 2015 മുതൽ ഞാൻ പാർട്ടിയുടെ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്നൊരു ഫങ്ഷണറി ആയിരുന്നു. 2015 മുതൽ എൻ്റെ സ്ഥിരതാമസം പാർട്ടി ഓഫീസിലായിരുന്നു. 18 MP ആയി. അപ്പോഴും ഡൽഹിയിൽ പാർട്ടിയുടെ ചുമതലകളും പാർലമെൻ്ററി പ്രവർത്തനവും എല്ലാം ആയിട്ട് കഴിഞ്ഞുകൂടി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡൽഹി ഭയങ്കര തണുപ്പൊക്കെയാണ്. ഇപ്പം ഡൽഹി യാത്ര ഇനി എപ്പോഴാണ്? തണുപ്പ് മാത്രമല്ല, ഡൽഹി തണുപ്പ് കൊണ്ട് പൊല്യൂഷനും ഉണ്ട്. ഡൽഹി ഈസ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഇൻ ദ വേൾഡ്. ഇപ്പം CPI സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റു. വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. കേരളത്തിൻ്റെ CPIയുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പല പ്രശ്നങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളും തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ദേശീയ സംസ്ഥാന കൗൺസിൽ വരുമ്പോഴത്തേ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പം സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ? നിങ്ങൾക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രശ്നങ്ങളില്ല. ശരിക്കും പറഞ്ഞാൽ ഏത് വിഷയത്തിലും ഒരു ജനാധിപത്യ പാർട്ടിക്ക് തുടങ്ങുന്ന പോലെ വ്യത്യസ്ത വിഷയങ്ങളും കാണാം, അഭിപ്രായങ്ങൾ കാണാം. അതൊന്നും പ്രശ്നങ്ങളല്ല. പാർട്ടിക്കകത്ത് ഇൻബിൽട്ടായ ഒരു സംവിധാനമുണ്ട്. അത് പാർട്ടി കൂറിൻ്റെതാണ്, പാർട്ടിയുടെ സ്നേഹത്തിൻ്റെതാണ്. എപ്പോഴും മേൽക്കൈ അതിനാണ്. അതുകൊണ്ട് ഏത് കാര്യം വന്നാലും ശരി, അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ശരി, അതൊക്കെ പാർട്ടിക്കകത്ത് തീരും. അതേപ്പറ്റി പത്രങ്ങൾ ചുമ്മാതെ കിടന്ന് കഥയുണ്ടാക്കി ക്ഷീണിക്കുന്നത് അവരുടെ സമയക്കുറവുണ്ടായിരിക്കും. എപ്പോഴെങ്കിലും ഒരു പ്രതീക്ഷയായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി? ഇല്ല, യാദൃശ്ചികമായി കടന്നു വന്നത്? ഇല്ല. ഇപ്പം നമ്മുടെ പാർട്ടിയിലേക്ക് വരുമ്പോൾ ഇനിയിപ്പം തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. എങ്ങനെയാണ് CPI പാർട്ടിയെ സജ്ജമാക്കുന്നത്? CPI പാർട്ടി ഇലക്ഷന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. അത് താഴെ തലം വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പുറമേ കാണുന്ന ബഹളങ്ങൾ മാത്രമല്ല ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. അടിയിലും അകത്തും കുറേ പ്രവർത്തനങ്ങളുണ്ട്. പാർട്ടിയെ ഒരുക്കുക, ജനങ്ങളെ ഒരുക്കുക, പാർട്ടിയുടെ സംവിധാനങ്ങളെല്ലാം ഇലക്ഷൻ്റെ വേണ്ടി സജ്ജമാക്കുക. ആ പ്രവർത്തനങ്ങളൊക്കെ പാർട്ടി നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാം പൂർത്തിയാക്കെന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ പകുതിയിലേറെ ദൂരം ഞങ്ങൾ താണ്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടും, സ്ഥാനാർത്ഥി വരും, മത്സരം ഉണ്ടാകും, ഞങ്ങൾ മത്സരിക്കും, ഞങ്ങൾ ജയിക്കും. LDFൻ്റെ സ്ഥാനാർത്ഥികൾ 20 മണ്ഡലങ്ങളിലും ജയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് CPI. അത് കൂട്ടായി ഞങ്ങൾ നിറവേറ്റും. ഓരോ പാർട്ടിയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിറവേറ്റും. അപ്പോൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ LDFനൊന്ന് സീറ്റ് മാറി ചോദിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുമോ CPI? വയനാടൊരു പരമ്പരാഗത സീറ്റല്ല. തിരുവനന്തപുരം ഞങ്ങൾ പലവട്ടം ജയിച്ച സീറ്റാണ്. ഞങ്ങളുടെ തോൽവികൾ എവിടെ ഉണ്ടായാലും തോൽവിയാണ്. ആ തോൽവിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗൗരവമായിട്ട് കാണും. അതിൻ്റെ പാഠങ്ങൾ പഠിക്കും, തിരുത്താൻ ശ്രമിക്കും. ഇവിടെയും അത് ബാധകമാണ്. LDFൽ ഞങ്ങളാരും ഇതേവരെ സീറ്റുകൾ വെച്ച് മാറുന്ന കാര്യം ചർച്ചയ്ക്കെടുത്തിട്ടില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വെച്ച് എന്താണ് നിലപാട്? ഞാനത് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം, വയനാട്ടിലും മത്സരിക്കാം. പക്ഷേ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട ഗൗരവമേറിയ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയേണ്ടതുണ്ട്. അതിൽ ഗൗരവമുള്ള പാർട്ടിയാണെങ്കിൽ. ഒന്നാമത്തെ ചോദ്യം, ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട യുദ്ധക്കളം ഏതാണ്? ഭൂരിപക്ഷ MP-മാരെയും പറഞ്ഞയക്കുന്ന ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ്, ഹൃദയഭൂമി എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യയാണോ, അതോ 20 MP-മാരെ മാത്രം അയക്കാൻ കഴിയുന്ന തെക്കേക്കോടിലെ ഈ കേരളമാണോ? ഒറ്റ BJP MP പോലും ജയിക്കില്ല എന്നുറപ്പുള്ള കേരളമാണോ ഈ യുദ്ധക്കളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് കോൺഗ്രസ് തീരുമാനിക്കണം. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബുദ്ധിയുടെ പ്രശ്നമാണ്. പൊളിറ്റിക്കൽ വിസ്ഡം എന്നൊന്നുണ്ട്, ഒരു പാർട്ടിക്കും ഉണ്ടാകണം. ആ പൊളിറ്റിക്കൽ വിസ്ഡം കോൺഗ്രസ് പാർട്ടിക്ക് എത്രമാത്രം ഉണ്ട് എന്ന കാര്യം ഇന്ത്യ നോക്കുന്നുണ്ട്. അവിടെയാണ് ഈ ചോദ്യം റിലവൻ്റ് ആകുന്നത്, പ്രസക്തമാകുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ വലിയ സമരത്തിൽ ഇതൊരു നിർണായകമായ രാഷ്ട്രീയ പോരാട്ടമാണ്. ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി ആരാണ്? ഫാസിസ്റ്റായ RSS നയിക്കുന്ന BJP ആണോ അവരുടെ മുഖ്യ എതിരാളി,
അതോ ലെഫ്റ്റാണോ, ഇടതുപക്ഷമാണോ? ആ ചോദ്യത്തിന് ഉത്തരം പറയണം കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ നയപ്രഖ്യാപനം നോക്കുമ്പോൾ, ഇന്ത്യ സഖ്യത്തിലെ ചർച്ചകൾ എടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി BJP ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ BJP മത്സരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും നിൽക്കാനുള്ള ഇത് കാണിക്കാതെ തെക്കോട്ട് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ ഓടിച്ചു വിട്ടാൽ എന്ത് സന്ദേശമാണ് കൈമാറുന്നത്? BJPയോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ കോൺഗ്രസിൻ്റെ മുഖമായ രാഹുൽ ഗാന്ധി സജ്ജമല്ല എന്ന് ഒരു മെസ്സേജ് കൊടുക്കുന്നത് ഗുണകരമാണോ? കഴിഞ്ഞ തവണ അത് ചെയ്തപ്പോൾ അമേത്തിയിൽ കൂളായി കോൺഗ്രസ് തോറ്റു. അതാണ് കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റ്. അവിടെ കോൺഗ്രസ് തോറ്റുപോയി. ഇതായിരുന്നു പ്രചരണം BJPയുടെ. നിൽക്കാൻ ധൈര്യമില്ല, നോർത്ത് ഇന്ത്യയിൽ എവിടെയും നിൽക്കാൻ ധൈര്യമില്ല കോൺഗ്രസ് പാർട്ടിക്ക്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തെക്കോട്ട് ഓടിപ്പോയത് എന്നായിരുന്നു പ്രചരണം BJPയുടെ. അത് വിലപ്പോയി. അതിൻ്റെ വല്ല പാഠവും കോൺഗ്രസ് പഠിച്ചിട്ടുണ്ടോ? അത് തീരുമാനിക്കണം ഞങ്ങളല്ല. ഞങ്ങൾക്ക് തീരെ സംശയമില്ല. രാഹുൽ ഗാന്ധി അല്ല ആര് തന്നെ വന്നാലും UDF സ്ഥാനാർത്ഥി ആരായാലും LDF വയനാട്ടിൽ മത്സരിക്കും. CPI സ്ഥാനാർത്ഥി അരിവാളും കതിരിലും അവിടെ മത്സരിക്കും. ആ സ്ഥാനാർത്ഥി എല്ലാ വിധേനയും പരോക്ഷമായിട്ട് BJP സഹായിക്കുന്ന UDFനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ മാർഗവും നോക്കും. നീതിപൂർവകമായ രാഷ്ട്രീയമായ എല്ലാ മാർഗവും നോക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി നമ്മൾ കണ്ടാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പിൽ BJP നേരിടുന്ന കാര്യത്തിൽ വലിയ പരാജയമായിരുന്നു. അപ്പം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് മാത്രം അത് വിജയിപ്പിക്കാൻ കഴിയും? നമ്മുടെ ഈ ചർച്ച മുഴുവനും രാഹുൽ ഗാന്ധിയെ മാത്രമായിട്ട് കേന്ദ്രീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. BJPക്കെതിരായ സമരം ഒരു രാഹുൽ ഗാന്ധി വിഷയമല്ല. BJPയുടെ പുറകിലുള്ള RSS ആണ്. RSS അടിപൊളി ഫാസിസ്റ്റാണ്. ഒരു ഫാസിസ്റ്റ് ആശയത്താൽ നയിക്കപ്പെടുന്ന RSSൻ്റെ ഒരു കെണിയിലാണ്, അതിൻ്റെ കയ്യിലാണ് BJP. അല്ല, BJPക്ക് സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഒന്നുമില്ല. അപ്പോൾ RSS നയിക്കുന്ന BJP എന്ന് പറയണം. RSS BJP ആ രാഷ്ട്രീയ വെല്ലുവിളിക്ക് മുമ്പിൽ ഒരു മതേതര ജനാധിപത്യ ഇടതുപക്ഷ നിരയുണ്ടിപ്പോൾ. അത് ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടമാണത്. അതിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ പങ്ക് വഹിക്കാറുണ്ട്. അത് കോൺഗ്രസ് ലീഡർ. അത് വഹിക്കാൻ രാഹുൽ ഗാന്ധി പ്രാപ്തനാണ് എന്നാണ് രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള എൻ്റെ വിലയിരുത്തൽ. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് ആ രാഷ്ട്രീയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാകുന്നില്ല. രാഹുൽ ഗാന്ധിയെ ഉൾക്കൊള്ളാൻ സമ്മതിക്കാതെ അവരിങ്ങനെ തള്ളിവിടുകയാണ്. നിങ്ങൾ കേരളത്തിൽ പോ, വയനാട്ടിൽ പോ എന്നൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പരിമിതിയല്ല. രാഹുൽ ഗാന്ധിയുടെ ചുറ്റും നിൽക്കുന്നവർ രാഹുൽ ഗാന്ധിക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന പരിമിതിയായിരിക്കാം അത്. അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാനും തീരുമാനിക്കാനുമുള്ള അവകാശം കോൺഗ്രസിൻ്റെ അതാണ്. കോൺഗ്രസ് ചിന്തിക്കട്ടെ, കോൺഗ്രസ് തീരുമാനിക്കട്ടെ. പക്ഷേ താങ്കളുടെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ മത്സരിക്കണം, കേരളത്തിലേക്ക് വരണം? രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവായിട്ട് ഇന്ത്യ സഖ്യം മുഖ്യമായും രാഷ്ട്രീയമായി എതിർക്കുന്ന BJPയുടെ സാന്നിധ്യം വേറെയുള്ള പ്രധാനപ്പെട്ട യുദ്ധക്കളമായ എന്ന് ഞാൻ വിളിക്കുന്നു. ഈ പൊളിറ്റിക്കൽ ബാറ്റിലെ പ്രധാനപ്പെട്ട യുദ്ധക്കളമായ വടക്കേ ഇന്ത്യയിൽ മത്സരിക്കുന്നതാണ് രാഷ്ട്രീയമായ യുക്തി. ഒറ്റ BJPക്കാരനും ജയിക്കില്ല കേരളത്തിൽ, അതെല്ലാവർക്കും അറിയാം. ആ കേരളത്തിലെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് മത്സരിപ്പിക്കാൻ പോകുന്ന കോൺഗ്രസിൻ്റെ വാശി എന്തെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ഈ രാഷ്ട്രീയ ഇക്വേഷൻ മനസ്സിലാക്കാനാകുന്നില്ല, ഇതിൻ്റെ ദേശീയ പ്രാധാന്യം ഉൾക്കൊള്ളാനാകുന്നില്ല. അതുകൊണ്ടാണ്. അല്ല, ഈ കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, 19 സീറ്റ് അവർക്ക് നേടാനായി. അതിൻ്റെ ഒരു ആവേശവും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അനുഭവം അവർക്കുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഇത്തവണയും കേരളത്തിലേക്ക് മത്സരിക്കണമെന്ന്. കേരളത്തിലെ കോൺഗ്രസ്സിൽ മാത്രമല്ല, എല്ലാവർക്കും അറിയാം, ഒരിക്കൽ ഒരു ചക്ക വീണപ്പോൾ ഒരു മൃഗം ചത്തു. ഒരിക്കൽ. എല്ലായ്പ്പോഴും ചക്ക വീഴ്ത്താമെന്നും എല്ലായ്പ്പോഴും മൃഗം ചാകുമെന്നും കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും കഷ്ടം. അത് മാത്രം. ഇന്ത്യ മുന്നണി നമ്മൾ രാഹുൽ ഗാന്ധി ഉണ്ട്, വലിയ എല്ലാ പാർട്ടിയെയും BJP ഇതര എല്ലാ പാർട്ടികളുമുള്ളൊരു വലിയൊരു സംഘടനയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയെ പക്ഷേ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കും എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. കാരണം പലപ്പോഴായും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇന്ത്യ മുന്നണിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പുറത്തു വരുന്നു.
അപ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസം ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്താൽ അവർക്ക് അധികാരത്തിലെത്താൻ പറ്റുമോ, അധികാരത്തിലെത്തിയാലും പരസ്പരം തല്ലി പിരിയുമോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ടാവില്ലേ? 26 പാർട്ടികൾ ഒത്തുകൂടുന്ന മുന്നണിക്കകത്ത് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അതെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വ്യത്യസ്ത വീക്ഷണങ്ങളെല്ലാം ഉള്ളപ്പോഴും 26 പാർട്ടികൾക്കും ഒരു പൊതു നിലപാടുണ്ട്. ആ പൊതു നിലപാട് അവരുടെ എല്ലാം പൊതു എതിരാളിയായിട്ടുള്ള RSS BJPയെ തോൽപ്പിക്കലാണ്. അതുവഴി ഇന്ത്യയുടെ മതേതര ജനാധിപത്യ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കലാണ്. പാർലമെൻ്ററി ഡെമോക്രസിയെ, ഭരണഘടനയെ കാത്തുരക്ഷിക്കലാണ്. ആ മീറ്റിംഗ് പോയിൻ്റുണ്ട് ഈ എല്ലാ പാർട്ടികളും തമ്മിൽ. അതാണ് അവർ ഒന്നിപ്പിക്കുന്നത്. ആ വഴിക്കാണ് ഈ സഞ്ചാരം. പക്ഷെ ആര് നയിക്കണം മുന്നണിയെ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ആര് നയിക്കണം എന്നൊരു ചോദ്യം വരുന്നില്ലേ? കേരളീയൻ രാഷ്ട്രീയത്തിൽ പുത്തൻ കാര്യങ്ങളല്ല. ഈ ഇന്ത്യയിലാണ് നമ്മൾ UPA കണ്ടത്. 1ാം UPA, 2ാം UPA, അതിന് മുമ്പുള്ള കൂട്ടുകക്ഷി ഗവൺമെൻറ്റുകൾ. അന്നെല്ലാം BJPയെ പരാജയപ്പെടുത്തി കഴിഞ്ഞ് ആ പരാജയത്തിൽ പങ്കുവഹിച്ച പാർട്ടികൾ ഒരുമിച്ചിരുന്ന് നേതാവിനെ കണ്ടെത്തി പ്രധാനമന്ത്രി ഉണ്ടായി. എത്രയോ വട്ടം ഇന്ത്യ കണ്ടതാണ്. ആ കാഴ്ചകളെപ്പറ്റി നിങ്ങൾക്ക് എപ്പോഴും ചോദ്യം എന്തിനാണ്? അത് ഇത്തവണ ആവർത്തിക്കും. ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്തും. അപ്പോൾ നേതാവ് ഉണ്ടായി വരും. ആ നേതാവ് പ്രധാനമന്ത്രിയാകും. മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുവരെ BJP ഇതര സഖ്യം ഇലക്ഷനിലേക്ക് പോയിട്ടില്ല. ഇതുവരെ ഇപ്പോഴും പോകണമെന്നില്ല. ഇപ്പം ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിന്ന് BJPയെ എതിർക്കാന്ന് പറയുന്നു. പക്ഷേ കേരളത്തിൽ അത് എത്രത്തോളം നടപ്പിലാക്കുമെന്നൊരു വലിയ ചോദ്യമല്ല. കേരളത്തിലെ സമരം UDFും LDFും തമ്മിലാണ്. കാരണം ഇതേ വിഷയം അവർ നോർത്തിലും അവർ ഉന്നയിക്കില്ല. കേരളത്തിൽ കോൺഗ്രസും BJPയും ഏറ്റുമുട്ടുന്നു, അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഐക്യമില്ല എന്നുള്ള കാര്യം അവർ അതിനെപ്പറ്റി LDFിന് ആശയക്കുഴപ്പമൊന്നുമില്ല. കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം LDF UDFും തമ്മിലാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് അത് BJPയുടെ കൂടെ കൈകോർത്ത് പിടിക്കാൻ പോകുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും. അതൊന്നും പുതിയ കാര്യങ്ങളല്ല. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിനെയും BJPയെയും ഇവിടെ എതിർത്തുകൊണ്ടായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങളുടെ പോരാട്ടം ദേശീയ തലത്തിൽ RSS BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമാണ്. ആ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയമാണ് നാഷണൽ പൊളിറ്റിക്സിൽ LDFിൻ്റെ പൊളിറ്റിക്സ്. അതുകൊണ്ട് പറയുകയാണ്, ആ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഫലപ്രദമായി ഉയർത്തിപ്പിടിക്കാൻ ഈ കേരളത്തിലെ എല്ലാ സീറ്റുകളിലും LDF ജയിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഞാൻ പറയാം, സങ്കല്പിക്കുക, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകുന്നില്ല. ഒരു തൂക്ക് പാർലമെൻറ്റ് ഉണ്ടാകുന്നു, ഹങ് പാർലമെൻറ്റ് ഉണ്ടാകുന്നു. ആ പാർലമെൻറ്റിൽ അങ്ങനെ വന്നാൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെ രാഷ്ട്രപതി വിളിക്കണം സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി. ആ സ്ഥിതി വന്നാൽ ആ രാത്രിയിൽ തന്നെ വൻ ചാക്കുകളുമായിട്ട് അദാനിമാർ രംഗത്തിറങ്ങും BJPക്ക് വേണ്ടി MPമാരെ പിടിക്കാൻ. ആ നിമിഷം തന്നെ BJPക്ക് വേണ്ടി EDയും CBIയും IT-യും എന്ന് വേണ്ട അത്ര എല്ലാ ഏജൻസികളും വന്ന് പ്രതിപക്ഷ MPമാരുടെ വാതിക്കൽ മുട്ടി വിളിക്കും. ആ രാത്രിയിൽ തന്നെ വിളിക്കും. ഈ പണത്തിൻ്റെ പ്രലോഭനം, ഈ ഭീഷണി, ഇത് രണ്ടും വന്നാൽ അതിനു മുമ്പിൽ പതറില്ല എന്നുറപ്പുള്ള എത്ര പേരുണ്ട് കോൺഗ്രസ്സിൽ? അതിൻ്റെ ഓപ്പൺ ചലഞ്ചാണത്. ഈ സമ്മർദ്ദം വരുമ്പോൾ, പ്രലോഭനം വന്നാൽ അതിൻ്റെ മുമ്പിൽ മുട്ടുവരക്കില്ല എന്ന് പറയാൻ കെൽപ്പുള്ള ആരും കോൺഗ്രസ്സിലില്ല. ഞാൻ വെറുതെ പറയുകയല്ല. ഞങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നിരകളെ കൂകിയിരുത്താൻ, ആക്രോശിക്കാൻ അവിടെയെല്ലാം മുമ്പിൽ കാണുന്ന ഒരുപാട് പേർ പഴയ കോൺഗ്രസ്സുകാരാണ്. പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, പഴയ PCC പ്രസിഡൻറ്റുമാർ, പഴയ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയ വൻനിര നേതാക്കന്മാരാണ് കോൺഗ്രസിൻ്റെ. BJPയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ അവിടെ ബഹളം വയ്ക്കുന്നവർ. രാത്രിയിൽ ഉറങ്ങാൻ പോയപ്പോൾ ഒരു കോൺഗ്രസ് ആയിരുന്നു, രാവിലെ ഉണർന്നപ്പോൾ ഒരു BJP ആയി. അതാണ് കോൺഗ്രസ്. അതുകൊണ്ട് പറയുകയാണ്, ആ സിറ്റുവേഷൻ വന്നാൽ BJPയിലേക്ക് കൂടുമാറില്ല എന്നുറപ്പുള്ള ആരും കോൺഗ്രസ്സിലില്ല. എന്നാൽ ഉറപ്പുള്ള ഒരു കൂട്ടരുണ്ട്, ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം എന്തെല്ലാം സമ്മർദ്ദം വന്നാലും, എന്തെല്ലാം പ്രലോഭനം വന്നാലും അങ്ങനെ കൂടുമാറില്ല, ചാഞ്ചാടില്ല. അതുകൊണ്ട് പറയുകയാണ്, ഇന്ത്യ സഖ്യം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം,
ആ രാഷ്ട്രീയം ഫലപ്രദമായി ഉയർത്തിപ്പിടിക്കാൻ ഇവിടെ നിന്ന് 20 എംപിമാരും LDF ആയി ജയിച്ചു പോകണം. ഞങ്ങളുടെ പോരാട്ടം അതിനു വേണ്ടിയാണ്. പക്ഷേ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് ഒഴുകി പോകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഉണ്ടാവും? ഇത്തവണ LDFൻ്റെ വിജയമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിജയത്തിൻ്റെ ഗ്യാരണ്ടി. ഈ കേരളത്തിലേക്ക് വരുമ്പോൾ BJPയും കേരളത്തിലേക്ക് ഒരു കൈ നോക്കാം, അല്ലെങ്കിൽ ഒരു സീറ്റ് പിടിച്ചെടുക്കാമെന്ന ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. തൃശ്ശൂരായാലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും അതോടെ കാസർഗോഡും അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർ ശക്തി കാണിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണല്ലോ. ഈ കൈനോട്ടവും ഈ കരുനീക്കവും അവകാശവാദവും ഒന്നും പുതിയതല്ലല്ലോ. BJP ഇവിടെ എപ്പോഴും അതൊക്കെ പറയും. ജനങ്ങൾക്ക് BJP അറിയാം. നാടൻ ഭാഷയിൽ പറയും 8 നിലയിൽ BJP പൊട്ടുകയും ചെയ്യും. ഇത്തവണയും അത് ആവർത്തിക്കും. അത് എല്ലാവർക്കും അറിയാം. അല്ല, തൃശ്ശൂർ നമ്മൾക്ക് പ്രധാനമന്ത്രി വരെ അവിടെ വരുന്നു, പരിപാടികൾ നടത്തുന്നു. രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ BJPയുടെ തന്നെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്ന മോദി എന്നെ നേരിട്ട് തൃശ്ശൂരിലൊക്കെ ഇറങ്ങി പ്രചരണ പരിപാടികളും വാഹന റാലികളും നടത്തുന്നു. സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ നിന്നുകൊണ്ട് തൃശ്ശൂർ മണ്ഡലം പിടിച്ചേക്കാനുള്ള പ്രവർത്തനം നടത്തുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം BJPയുടെ ഭയപ്പാടാണ്. ഈ സുരേഷ് ഗോപിയല്ലേ അവിടെ പണ്ട് മത്സരിച്ചത് പാർലമെൻറ്റിലേക്ക്? നാടകീയമായിട്ട് അദ്ദേഹം പറഞ്ഞില്ലേ, ഇങ്ങെടുക്കുകയാന്ന് പറഞ്ഞില്ലേ? എടുത്തോ? ഇതേ സുരേഷ് ഗോപിയല്ലേ പിന്നീട് അസംബ്ലിയിലേക്ക് മത്സരിച്ചത്? അവിടെ തൃശ്ശൂർ ടൗണിൽ, ദ ഹാർട്ട് ഓഫ് തൃശ്ശൂർ. ജയിച്ചോ? അതുകൊണ്ട് ഈ ഓളം പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ എല്ലാം ധാരാളത്വം കാണിക്കാൻ BJPക്കാകും. ഇഷ്ടംപോലെ അതൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാ കോർപ്പറേറ്റ് പ്രമാണിമാരും അവരുടെ എല്ലാ ഖജനാവും തുറന്നു വച്ചിരിക്കുകയാണ് BJPക്ക് വേണ്ടി. അതുകൊണ്ട് അതിൻ്റെ എല്ലാ പളവളപ്പും ബന്ധപ്പാടും ബഹളവും എല്ലാം കാണിക്കാം BJPക്ക്. CPIക്ക് ഒരു വലിയ വെല്ലുവിളിയാവില്ലേ അതവിടെ? എല്ലാ ഇലക്ഷനും വെല്ലുവിളിയാണല്ലോ. വൈ ഒള്ളി തൃശ്ശൂർ? എല്ലാ ഇലക്ഷനും വെല്ലുവിളിയാണ്. പക്ഷേ നിങ്ങൾക്ക് ആശങ്കയില്ല. അന്നെല്ലാം BJPയെ തോൽപ്പിച്ച രാഷ്ട്രീയ പ്രബുദ്ധത ഇത്തവണയും തൃശ്ശൂരിൽ BJPയെ തോൽപ്പിക്കും. എന്ന് മാത്രമല്ല, ഞാൻ വീണ്ടും പറയട്ടെ, ഒറ്റ പ്രാവശ്യം പോലും പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിലേക്ക് പോകാൻ നേരെയില്ല. ഇപ്പോൾ എത്ര മാസമായി? കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതിയാണ് മണിപ്പൂരിലെ കലാപങ്ങൾ ആരംഭിച്ചത്. മരണങ്ങളും എല്ലാം. ആ രംഗം ആരും മറന്നുപോകരുത്. 2 സ്ത്രീകൾ പൂർണ്ണമായും വിഭസ്ത്രരായി ഭ്രാന്ത് പിടിച്ച ഒരു ജനക്കൂട്ടത്തിന് മുമ്പിൽ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി പരക്കം പായുകയായിരുന്നു. അതാണ് ആ വീഡിയോ. ഇന്ത്യ കണ്ട വീഡിയോ കാണാം. അതാണ് മണിപ്പൂർ. അതാണ് ഇന്നത്തെ ഇന്ത്യയിൽ, മോഡിയുടെ ഇന്ത്യയിലെ സ്ത്രീയുടെ അവസ്ഥ. ആ മണിപ്പൂരിലേക്ക് ഒറ്റ പ്രാവശ്യം പോലും പോകാൻ മനസ്സ് കാണിക്കാത്ത പ്രധാനമന്ത്രി ശ്രീ മോദി 2 ആഴ്ചയ്ക്കുള്ളിൽ 2 തവണ തൃശ്ശൂരിലേക്ക് വന്നുപോയെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത്രയും അപ്രളമാണ് BJPക്ക്. ഭയപ്പാടാണ് BJPക്ക്. ആ ഭയപ്പാടിനെ ജനങ്ങൾ ഭയപ്പാടായി കാണും. അല്ല, ഭയപ്പാടാണെന്ന് പറയട്ടെ. കാരണം ഓൾറെഡി BJP വിജയിക്കാത്തൊരു സീറ്റാണ്. പക്ഷെ പിടിച്ചെടുക്കാനും മറ്റുള്ള പാർട്ടികളെ തോൽപ്പിക്കാനുള്ള തന്ത്രമായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ? തന്ത്രം ആയിക്കോട്ടെ. തന്ത്രം മെനയുന്നവർക്ക് അതുപോലെ തന്നെ അറിയാം. അത് ജയിക്കാൻ ഇടയിലതൊന്നും തന്ത്രമല്ല. ജനിക്കാൻ പോകുന്ന തന്ത്രമല്ലത്. ആ തന്ത്രം പരാജയപ്പെടും. ആ തന്ത്രത്തിനെ ജനങ്ങൾ പരാജയപ്പെടുത്തും. അവിടേക്ക് പണം ഒഴുകുന്നു. കാരണം സുരേഷ് ഗോപിയാണ് കുറേ കാലമായി അവിടെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയും ചെയ്യാണ്. ഒരുപാട് പണമുണ്ടെങ്കിൽ ആ പണം വാരിക്കോരി കൊടുക്കണമല്ലോ. പണം ഇങ്ങനെ ചേർത്ത് വെച്ചാൽ അത് പൂത്തു പോകില്ലേ? അതുകൊണ്ട് പണം കൊടുക്കട്ടെ, നല്ല കാര്യം. പക്ഷെ പണം കൊടുക്കും. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, സാരിയെല്ലാം കൊടുത്തിട്ട് എണ്ണി ഇത്ര പേർക്ക് സാരി കൊടുത്തെന്ന്. അപ്പം മറു സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല. സാരി മേടിച്ചവരൊക്കെ വോട്ട് ഇവിടെ ചെയ്താൽ എല്ലാ വോട്ടും പണ്ട് കൊണ്ടാണ്, ഇപ്പോഴത്തെ അല്ല. അവസാനം ഫലം പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും ഇയാളെ തോറ്റുപോയി, സാരി കൊടുത്ത ആൾ. അത് പണ്ട്. ഇപ്പോൾ സാരിയല്ല. സുരേഷ് ഗോപിയുടെ കാലം വന്നപ്പോഴത്തേക്കും, മോദി കാലം വന്നപ്പോഴേക്കും സാരിയല്ല, അത് ലക്ഷങ്ങളിലും കോടികളിലുമായിരിക്കാം. ഇഷ്ടംപോലെ പണമുള്ള പാർട്ടിയല്ലേ BJP. ആ പാർട്ടി നിയന്ത്രിക്കുന്നത് പണക്കാരാണ്. ഇലക്ട്രൽ ബോണ്ടുകളെല്ലാം നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ 95% പണം ഒഴുകിയത് BJPയുടെ അക്കൗണ്ടിലേക്കാണ്. അതാണ് BJP ഇന്ത്യയിലെ വലിയ പണക്കാർക്ക് വേണ്ടി രാഷ്ട്രീയം കൈയാളുന്ന അവരുടെ രാഷ്ട്രീയ ദാസനാണ് BJP. വലിയ ചൂഷകന്മാരുടെ. അവർ സബ്കാ സാത്ത് വെറുതെ പറയുകയാണ്, ജനങ്ങളുടെ കൂടെയല്ല. ഇന്ത്യയുടെ ആകാശം, ഭൂമി, പാതാളം ഇതെല്ലാം വലിയവർക്ക്, പണക്കാർക്ക് പണയം വയ്ക്കുന്ന പാർട്ടിയാണ് BJP.
ആ BJPക്ക് പ്രതിഫലമായി ഇഷ്ടംപോലെ പണം കിട്ടുമായിരിക്കും. ആ പണം ചിലവഴിക്കട്ടെ, അത്രയേ ഉള്ളൂ. പക്ഷെ ഫലം ഉണ്ടാകില്ല. ഈ സുരേഷ് ഗോപി അവിടെ മത്സരിക്കുമ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ CPM ഇറക്കിയേ മതിയാവുള്ളൂ. സംശയം എന്താ ഉണ്ടാകും? അപ്പോൾ ആരായിരിക്കും അവിടെ? അത് യഥാസമയത്ത് യഥോചിതമായ സ്ഥാനാർത്ഥി വരും. ആ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെയും കോൺഗ്രസ് പാർട്ടിയെയും പരാജയപ്പെടുത്തും. കെ മുരളീധരൻ ഉന്നയിച്ചൊരു ആരോപണമുണ്ട്, ഈ കരുവന്നൂർ കേസിൽ തൃശ്ശൂരിൽ CPI ബലിയാടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന്. അതൊക്കെ മുരളിയുടെ വർത്തമാനങ്ങളെ, എൻ്റെ നല്ല സുഹൃത്താണ് മുരളി, അതാണ് ഞാൻ മുരളിയെ തരുന്ന് വിളിക്കാതെ മുരളി എന്ന് വിളിക്കുന്നത്. ആ സുഹൃത്തിൻ്റെ വർത്തമാനങ്ങളെ കോൺഗ്രസ് പാർട്ടി പോലും ഗൗരവമായി കാണുന്നില്ല. അത് മുരളിക്കറിയാം. തിരുവനന്തപുരം മണ്ഡലവും CPI കുറേ കാലമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്, വിജയിച്ചു വന്ന മണ്ഡലം കൂടിയായിരുന്നു. ഇവിടെയാണ് PK വാസുദേവൻ നായർ, സുരേന്ദ്രനാഥ് ആശാൻ, പന്ന്യൻ രവീന്ദ്രൻ എല്ലാം ജയിച്ച മണ്ഡലം. ആ ചരിത്രം ആവർത്തിക്കും. ശക്തമായ മത്സരമാവും തിരുവനന്തപുരം ജില്ലയിൽ. ശശി തരൂർ വലിയ എതിരാളി തന്നെയാണ്, കാരണം കഴിഞ്ഞ 2 ടേം എല്ലാ പൊളിറ്റിക്കൽ ഫൈറ്റും ഗൗരവമുള്ളതാണ്. ഓരോ മറുഭാഗത്തുള്ള എതിരാളിയാണ് രാഷ്ട്രീയ എതിരാളി. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ പോരാടും, രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ അതിജീവിക്കും, രാഷ്ട്രീയമായി ഞങ്ങൾ ജയിക്കും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കയറുമ്പം ഇടതുമുന്നണി നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി എന്നാൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളായിരിക്കും. ഇതിനെ എങ്ങനെയായിരിക്കും ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിലേക്ക് വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് നേരിടുക, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഇതല്ല സത്യം എന്നുള്ള കാര്യം? ഇത്തരം ആരോപണങ്ങളൊന്നും പുതിയ കാര്യമല്ലല്ലോ, ഇതൊന്നും പുതിയതല്ല. ഇതിനേക്കാളും വലിയ ആരോപണ കോലാഹലമായിരുന്നു കഴിഞ്ഞ സമയത്ത് കേരളത്തിലുണ്ടായത്. ജനങ്ങളിലേക്ക് പോയി, ജനങ്ങൾ സത്യം മനസ്സിലാക്കി, അവർ LDFനെ ജയിപ്പിച്ചു, 2ാം വട്ടം ഭരണം കൊടുത്തു പിണറായി സർക്കാരിന്. അതാണ് കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാം, അത്രയേ ഉള്ളൂ. ഇപ്പോഴും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു VD സതീശനൊക്കെ വന്ന് കുറച്ചുകൂടെ ശക്തമായ ഒരു UDF മുന്നണിയാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ്സിലാരും പറയില്ല ഈ വർത്തമാനം. കോൺഗ്രസ്സിലെല്ലാവർക്കും അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു. ശക്തമായി എന്ന് ഒറ്റ കോൺഗ്രസ്സുകാരും പറയുന്നില്ല. അപ്പം പ്രശ്നമല്ല, അല്ല പ്രശ്നമല്ലെന്നല്ല, UDF എല്ലാവരും പ്രശ്നം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ഭയപ്പെടുന്നവരല്ല. ഞങ്ങൾക്കറിയാം, ജനങ്ങളെ ഞങ്ങൾക്കറിയാം. പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് വിശ്വാസമാണ് ജനങ്ങളെ. അവർക്ക് ഞങ്ങളെയും അറിയാം. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് കടക്കാനിരിക്കുകയാണ്. അപ്പം എന്തായിരിക്കും ഇത്തവണ ഇടതുമുന്നണി കേരളത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ നമ്മൾ മുന്നോട്ട് വെച്ച ആശയം നമ്മുടെ മുമ്പിലുണ്ട്, പലതും നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും ഇടതുമുന്നണിയുടെ നയം? ഞങ്ങൾ കേരളത്തിലെ പാവങ്ങളുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ, ചെറുപ്പക്കാരുടെ, സ്ത്രീകളുടെ എല്ലാം ജീവിത പ്രശ്നങ്ങളെ വലുതായി കാണുന്ന മുന്നണിയാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് അതിൻ്റെ ഗവൺമെൻറ്റാണ്. ആ വഴിക്ക് ഞങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഈ രാജ്യം മുഴുവനും വിശപ്പിലമർന്നപ്പോൾ ഞങ്ങളെല്ലാവർക്കും വിശപ്പ് മാറ്റാൻ വേണ്ടി ആഹാരം കൊടുത്തവരാണ്, കിറ്റ് കൊടുത്തവരാണ്. ഞങ്ങൾ അന്നും കളിയാക്കി BJPയും കോൺഗ്രസും കൂടെ, നിങ്ങളുടെ കിറ്റ് ഗവൺമെൻറ്റാണെന്ന്. ഞങ്ങൾ 1000 വട്ടം സമ്മതിക്കുന്നു. പാവപ്പെട്ട മനുഷ്യർക്ക് വിശപ്പനുഭവിക്കുമ്പോൾ ഞങ്ങൾ വിശപ്പകറ്റാൻ വേണ്ടി കിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും കിറ്റ്. സാമ്പത്തിക പ്രയാസം എല്ലാം ഉള്ളപ്പോഴും കൊടുത്തിട്ടുണ്ട്. കോവിഡ് കൊണ്ട് ലോകം മുഴുവൻ മറച്ചപ്പോൾ, അമേരിക്ക പോലും മറച്ചപ്പോൾ, ആ കോവിഡ് ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും ഫലപ്രദമായി അതിനെ നേരിട്ട സംസ്ഥാനമാണ് കേരളം. അതെല്ലാവർക്കും അറിയാം. എല്ലാ രംഗത്തും LDFൻ്റെ ട്രാക്ക് റെക്കോർഡുണ്ട്. അങ്ങനെ അത് പ്രകാശം നിറഞ്ഞ ഒന്നാണ്, നേട്ടങ്ങളുടേതാണ്. ആ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. അർഹതപ്പെട്ട പങ്ക് കൊടുക്കുന്നില്ല. ദേശീയ വിഹിതം പങ്കുവെക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ന്യായമായും കൊടുക്കേണ്ട വിഹിതം കിട്ടുന്നില്ല കേരളത്തിന്. കടം വാങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല കേരളത്തിന്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞെരുങ്ങുന്നുണ്ട്. ആ ഞെരുക്കത്തിലും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരുടെ ഗവൺമെൻറ്റാണെന്ന്. ആ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതിന് വേണ്ടൊരു വികസന പരിപ്രേക്ഷ്യമുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിന്. ആ വികസന പാതയിലൂടെ ജനങ്ങൾക്കൊപ്പം നീങ്ങുന്ന ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ അടിത്തറ. ഞങ്ങൾക്ക് അവരെയും ജനങ്ങൾക്ക് ഞങ്ങളെയും അറിയാം. പല സമയത്തും CPIയുടെ അഭിപ്രായങ്ങൾ CPMൽ നിന്നും വേറിട്ടുന്നായിരുന്നു. കാരണം പല വിഷയങ്ങളും തുറന്നടിച്ച് CPMനെ വിമർശിച്ച പല CPI സംസ്ഥാന സെക്രട്ടറിമാരുണ്ടായിരുന്നു തങ്ങൾക്ക് മുമ്പൊക്കെ. പിന്നീട് അതൊരു CPMലേക്ക് ഒരു കോംപ്രമൈസ് നയത്തിലേക്ക് എത്തി. ഇല്ല, CPIക്ക് CPI നയമുണ്ട്, CPMന് CPM നയമുണ്ട്. CPIയുടെയും CPMൻ്റെയും നയത്തിൻ്റെ
ഒരടിത്തറ എന്ന് പറയുന്നത് ഇടതുപക്ഷ ഐക്യമാണ്, LDFനെ ശക്തിപ്പെടുത്തലാണ്. അത് CPIക്കും CPMനും ബാധകമാണ്. രണ്ട് പാർട്ടികളായിരിക്കെ ചില വിഷയങ്ങളിലൊക്കെ രണ്ട് സമീപനമുള്ളപ്പോഴും ഈ പൊതു രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ മേലാണ് CPI CPM ബന്ധം ശക്തിപ്പെടുന്നത്. അത് ശക്തിപ്പെട്ടേ തീരും. ഈ വ്യക്തിപൂജയ്ക്ക് CPM അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ എതിരാണല്ലോ. മാർക്സിസം വ്യക്തിപൂജ അംഗീകരിക്കുന്നില്ല. അപ്പം ഈ മുഖ്യമന്ത്രിയെ അത്തരത്തിൽ വ്യക്തിപൂജ നടത്തുന്ന തരത്തിലേക്ക് പല പരാമർശങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മാർക്സിസം വ്യക്തിപൂജ അംഗീകരിക്കുന്നില്ല. CPI അതിനെതിരാണ്. CPI is a മാർക്സിസ്റ്റ് പാർട്ടി. ഇനിയിപ്പം നമ്മളെ ബജറ്റിലേക്ക് വരികയാണ്, സംസ്ഥാന ബജറ്റിലേക്കും കേന്ദ്ര ബജറ്റൊക്കെ വരാനിരിക്കുകയാണ്. എന്തായിരിക്കും ജനപ്രിയ ബജറ്റായിരിക്കുമോ സംസ്ഥാന ബജറ്റ് എന്നാണ് പൊതുജനങ്ങളെല്ലാം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിലും എല്ലാ തരത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്രമണത്തിനിരയായി കേരളത്തിലെ ഗവൺമെൻറ് സാമ്പത്തികമായി ഞെരുങ്ങുമ്പോഴും ഞങ്ങൾ ആകാവുന്നത്രയും മുന്നോട്ട് പോയി ജനങ്ങൾക്ക് ജീവിതത്തിൽ ആശ്വാസം കൊടുക്കുന്ന ഒരു ബജറ്റ് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ബജറ്റിനെ പറ്റി എൻ്റെ പ്രതീക്ഷ, CPI പ്രതീക്ഷ അതാണ്. പക്ഷേ ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് കേരളം. അപ്പോൾ ഏത് തരത്തിലുള്ള ഊന്നൽ നൽകിയായിരിക്കും, അല്ലെങ്കിൽ നികുതി വർധനമൊക്കെ ജനങ്ങൾക്ക് ഇത്തവണ ഉണ്ടാവുമോ എന്നൊരു ആശങ്കയുണ്ട്. അല്ല, വരുമാനം വർദ്ധിക്കണം. അതിന് ഒരു മാർഗം കേന്ദ്ര സഹായമാണ്, വേറൊരു മാർഗം കടം വാങ്ങിക്കലാണ്, വേറൊരു മാർഗം നികുതി പിരിക്കലാണ്. അതിൽ കേന്ദ്ര സഹായം പ്രതീക്ഷിക്കാൻ പറ്റില്ല. നികുതി അമിതമായി അടിച്ചേൽപ്പിക്കാനും പാടില്ല. ന്യായമായ തരത്തിലുള്ള രീതിയിൽ നികുതി ഉണ്ടാകും. ആ നികുതി കർശനമായും പിരിച്ചെടുക്കാൻ നീക്കമുണ്ടാകും. അതിൽ കേരളത്തിലെ ഗവൺമെൻറ് റെക്കോർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നികുതി പിരിവിൽ ഇന്ത്യയിൽ തന്നെ. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? കേന്ദ്രം എപ്പോഴും കാണിക്കുന്ന അവഗണന കേരളത്തോട്. തവണ അങ്ങനെയായിരിക്കും. എന്തെങ്കിലും ഗിമ്മക്സ് കണ്ടേക്കാം. കണ്ണിൽ ഇലക്ഷൻ പ്രമാണിച്ച് എന്തെങ്കിലും ഒരു കൈപ്പിടി ഒരു കണ്ണിൽ. അതല്ലേ മോദി ഗവൺമെൻറ് ഇതെല്ലാം പറഞ്ഞത്. ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞില്ലേ? ഒന്നാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? 2 കൊല്ലത്തൊഴിൽ, ഓരോ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ വീതം വരും, എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി, എല്ലാവർക്കും വീട്, 6 ലക്ഷം ഗ്രാമങ്ങളിലേക്ക് ഫൈബർ കണക്ടിവിറ്റി എന്ന് വേണ്ട, കണ്ണൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം പൊന്നാക്കാമെന്ന് ഇവർ പറഞ്ഞ ഗ്യാരണ്ടിക്ക് എന്ത് പറ്റി? ആ ഗ്യാരണ്ടിയെല്ലാം ചത്തു മലച്ച് കിടക്കുകയാണ് ഇവിടെ. മോദി ഗ്യാരണ്ടികളുടെ ശവപ്പറമ്പിലാണ് ഇപ്പോൾ മോദി വന്നിട്ട് തൃശ്ശൂരിൽ വീണ്ടും മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. ജനങ്ങൾക്ക് ഇതെല്ലാം കാണാൻ രസമാണ്, നല്ല നാടകമാണത്. ആൻഡ് മോദി ഈസ് എ ഗുഡ് ഡ്രാമാറ്റിസ്റ്റ്. നല്ല നാടകക്കാരനാണ് മോദി. എന്തുകൊണ്ടാണ് ഈ കേരളത്തെ മോഡി ഇങ്ങനെ ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് കേരളം വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്? എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? കേരളത്തെ മോദി ഭയപ്പെടുന്നതുകൊണ്ട്. മോദി എടുത്തുപിടിക്കാൻ ശ്രമിക്കുന്ന ഈ കോർപ്പറേറ്റ് കൊള്ളക്കാർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയത്തെ, ധനനയത്തെ, സാമ്പത്തിക നയത്തെ, മോദിയുടെ BJP RSS ശക്തികൾ ചേർത്ത് പിടിക്കുന്ന വംശമേധാവിത്വ വാസനകളെ, ന്യൂനപക്ഷ ദളിത് വിരുദ്ധ രാഷ്ട്രീയത്തെ എല്ലാം ഫലപ്രദമായി ചെറുക്കുന്ന സമരത്തിൻ്റെ നെടുങ്കോട്ടയാണ് ഈ കേരളം. അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ വട്ടം ചുറ്റാം, തിരിച്ചു പോകാം. നയപ്രഖ്യാപനത്തോടെ നമുക്ക് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ കഴിയുള്ളൂ. ഗവർണർ, സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് മുമ്പ് ഒരു തവണ നയപ്രഖ്യാപനത്തിൻ്റെ തൊട്ട് തലേന്ന് മുഖ്യമന്ത്രി ഗവർണറെ കണ്ട ശേഷമായിരുന്നു ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്താനൊക്കെ എത്തിയത്. ഇത്തവണയും ആ ഒരു നിലപാടാണ് ഗവർണർക്ക്. അപ്പോൾ നയപ്രഖ്യാപനം പ്രസംഗം ഗവർണർ നടത്തിയതിലും തവണയും ഗവർണർ നടത്തും. ആ നയപ്രഖ്യാപനത്തിൽ ഗവർണർ 1 or 2 വട്ടം, അല്ലെങ്കിൽ ചിലപ്പോൾ പലവട്ടം പറഞ്ഞേക്കാം മൈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എൻ്റെ സർക്കാർ എന്ന് പറഞ്ഞു വന്നിരിക്കാം. സർക്കാർ പക്ഷേ ജനങ്ങളുടേതാണ്. ആ നയപ്രഖ്യാപനത്തിൽ ഒറ്റ വരി പോലും അദ്ദേഹത്തിൻ്റെതല്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത, ജനങ്ങളുടെ ഗവൺമെൻറ് അംഗീകരിച്ച് പാസ്സാക്കി കൊടുത്ത നയപ്രഖ്യാപനം വായിക്കുന്ന ആളാണ് ഗവർണർ. ആ പദവി എന്താണെന്ന്, അതിൻ്റെ സ്ഥാനം എന്താണെന്ന്, സാധ്യത എന്താണെന്ന്, പരിമിതി എന്താണെന്ന് അറിയലാണ് ഒരു ഗവർണറുടെ ഒന്നാമത്തെ രാഷ്ട്രീയ വിവേകം. പല രാഷ്ട്രീയ പാർട്ടികളിലും പോയി ഒരുപാട് രാഷ്ട്രീയ അനുഭവങ്ങളുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന് അതറിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അറിയാത്ത പോലെ അദ്ദേഹം പെരുമാറുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ഗവർണർ പോയിട്ട് മിഠായിത്തെരുവിൽ അലുവ മേടിക്കാൻ പോകുന്നു, മുണ്ട് മാടിക്കെട്ടുന്നു, വെല്ലുവിളിക്കുന്നു,
അതൊക്കെ അൺബിക്കമിങ് ഓഫ് എ ഗവർണറാണ്. ഒരു ഗവർണർ എങ്ങനെ ഗവർണറുടെ അർത്ഥമറിയാതെ പ്രവർത്തിക്കും എന്നതിനെ പറ്റിയുള്ള ഒരു തെളിവാണ് ഇപ്പോഴത്തെ ആരിഫ് മുഹമ്മദ് ഖാൻജി. അദ്ദേഹത്തിൻ്റെ CPIയുടെ സ്റ്റാൻഡ് പഴയ കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ അവശിഷ്ടം പോലെ തുടരുന്ന ഈ ഗവർണർ പദവി തന്നെ വേണ്ട എന്നാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗവർണർ പദവി റദ്ദാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സ്വകാര്യ ബിൽ അവതരിപ്പിച്ച MP ആണ് ഞാൻ. ആ ബില്ലിൻ്റെ രാഷ്ട്രീയ അടിത്തറ CPI നിലപാടാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.